أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, തീർച്ചയായും നിങ്ങൾ നന്ദിയുള്ളവരായാൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ നന്ദിയുള്ളവരായാൽ വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും നമ്മുടെ ശിക്ഷ വളരെ ഭയാനകമാണ് എന്ന് നിങ്ങൾ മറക്കണ്ട. അല്ലാഹുവിന്റെ വചനമാണ്, അല്ലാഹുവിന്റെ വചനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വലഇൻ കഫർതും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ തീർച്ചയായും നമ്മുടെ ശിക്ഷ വളരെ ഭയാനകമാണ്. ആ ശിക്ഷ നിങ്ങളുടെ മേൽ പതിക്കുമെന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് ഈ ഉമ്മത്തിനോട് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരാകണം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ദരാകാതിരിക്കാൻ ശാകിരീങ്ങളാകണം. ഇന്നാ ഹദൈനാഹുസ് സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നാ ഹദൈനാഹുസ് സബീൽ, മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് നാം സബീൽ, വഴി നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പാന്താവ് നാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇമ്മാ ശാകിറാ, ഒന്നുകിൽ നന്ദിയുടെ വഴിയാണ്, വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ നന്ദി കേടിന്റെ വഴിയാണ്. രണ്ടാലൊരു വഴിയാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത്. ആരാണോ നന്ദിയുടെ വഴി തിരഞ്ഞെടുക്കുന്നത് അവന് ഭാഗ്യവാനാണ്. അവൻ അല്ലാഹുവിന്റെ കോടതിയിൽ ഇസ്സത്തും അന്തസ്സും അഭിമാനവും ഉള്ളവനായി മാറുകയാണ് ചെയ്യുക. ഒരിക്കലും അവൻ നിന്ദനാവുകയില്ല, നിന്ദനാകാനിടയില്ല. നന്ദി ഉള്ളവരാകാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ 4-ാമത്തെ പ്രസിഡന്റ് ഹസ്രത്ത് സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൻ നിഅമത മൂസിലത്തും ബിശുക്ർ വശുക്റു മുഅല്ലകും ബിൽ മസീദ്, തീർച്ചയായും അനുഗ്രഹം എന്ന് പറയുന്നത് നന്ദിയോട് ബന്ധപ്പെട്ടതാണ്. അനുഗ്രഹം അതുണ്ടായാൽ അതിന് നന്ദി വേണം മഖ്ലൂക്കുകളായ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന്. വശുക്റു മുഅല്ലകും ബിൽ മസീദ്, അതേപോലെ ശുക്ർ എന്ന് പറയുന്നത്, നന്ദി എന്ന് പറയുന്നത് മുഅല്ലകും ബിൽ മസീദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു തരും എന്നതിനോട് ബന്ധപ്പെട്ടതാണ്. വഹുമാ മഖറൂനാനി ഫീ ഖർനിൻ, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അല്ലാഹുവിൽ നിന്ന് നന്ദി, അല്ലാഹുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോ അടിമകളിൽ നിന്ന് നന്ദി വേണം, ശുക്ർ വേണം. അടിമകളിൽ നിന്ന് ശുക്ർ ഉണ്ടായാലോ അല്ലാഹുവിൽ നിന്ന് വീണ്ടും ആ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരിക എന്നതുണ്ടാകുമെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാൻ, ഫലൻ യഖതിഅൽ മസീദു മിനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചു തരിക എന്നത് മുറിഞ്ഞു പോവുകയില്ല. ഹത്താ യഖതിഅ ശുക്റു മിനൽ അബ്ദ്, അടിമയിൽ നിന്ന് നന്ദി മുറിഞ്ഞു പോകുന്നത് വരെ. നന്ദി ഉണ്ടാവുക എന്ന സ്വഭാവം അടിമയിൽ ഏത് കാലം വരെ ഉണ്ടാകുമോ അത്രയും കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ അടിമക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം തന്നെയാണിത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദിയുള്ളവരാകണം. ആണായാലും പെണ്ണായാലും അല്ലാഹു ചെയ്തു തരുന്ന ഒട്ടനവധി നിഅമത്തുകൾക്ക് അല്ലാഹുവിനോട് നന്ദി വേണം മനുഷ്യന്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ.
ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വഹാബി കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഭാര്യ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കല്യാണത്തിന്റെ ദിവസം അന്ന് രാത്രി ഭാര്യ വീട്ടിൽ ചെന്ന പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ ആകെ വിഷമിച്ചു പോവുകയാണ്. കാരണം ഭാര്യ വീട്ടുകാർ വേണ്ട പോലെ സൽക്കരിക്കാത്തത് കൊണ്ടല്ല, പിന്നെയോ ഭാര്യ വീട്ടുകാർ ആ പുതുമണവാളന്റെ അറ നല്ല പോലെ അലങ്കരിച്ചത് കൊണ്ട് ആ സ്വഹാബി വര്യൻ വിഷമിക്കുകയാണ്. ഹദീസിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ്, തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. സ്വഹാബി വര്യൻ ഭാര്യ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ അവിടെയുള്ള വല്ലാതെയുള്ള അലങ്കാരങ്ങൾ കണ്ടപ്പോ ഏറെ സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യ വീട്ടുകാർ വല്ലാതെ പ്രയാസപ്പെടുന്നു, അങ്കലാപ്പിലാവുകയാണ്. എന്തു പറ്റി ഞങ്ങളുടെ പുതുമണവാളന്? ഇന്നത്തെ നമ്മുടെ പുതുമണവാളന്മാർ, പുതിയ കാലത്തെ പുതുമണവാളന്മാർ വീട്ടിൽ ഭാര്യ വീട്ടിൽ അലങ്കാരങ്ങൾ ഇല്ലെങ്കിലാണ് ഇറങ്ങിപ്പോവുക. എങ്കിൽ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി വര്യന് ഭാര്യ വീട്ടിലെ അലങ്കാരങ്ങൾ കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഭാര്യ വീട്ടുകാർ വിഷമിച്ചു, ഹബീബിനോട് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ പുതുമണവാളൻ ഇറങ്ങി ഓടിയിരിക്കുകയാണ്, എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഹബീബ സ്വഹാബി വര്യനെ വിളിപ്പിക്കുകയാണ്. പുണ്യ നബിക്കരികിൽ വന്നു സ്വഹാബി വര്യൻ, അല്ലയോ ചെറുപ്പക്കാരാ, എന്തിനാണ് ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്, എന്തിനാണ് എന്നാ സ്വഹാബിയോട് ചോദിക്കുമ്പോ പുന്നാര നബി തങ്ങളോട് ആ സ്വഹാബി വര്യൻ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളല്ലേ വഅ്ള് പറഞ്ഞു തന്നത്, പുണ്യ നബിയേ നിങ്ങൾ വഅ്ള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ അർത്ഥമെന്നറിയോ? തീർച്ചയായും ആ ദിവസം നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആർഭാടങ്ങളെ പറ്റി, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പറ്റി തീർച്ചയായും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി, യാ റസൂലല്ലാഹ് നിങ്ങൾ ഞങ്ങൾക്ക് വഅ്ള് പറഞ്ഞു തന്നിട്ടില്ലേ നബിയേ? അതുകൊണ്ട് ഈ അലങ്കാരങ്ങൾ കണ്ടപ്പോ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന് പുതുമണവാളൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ആ ചെറുപ്പക്കാരനോട് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: പൊന്നു സഹോദരാ, ഞാൻ പറഞ്ഞത് ശരിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും. എപ്പോഴെന്നറിയോ? ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാതിരുന്നാൽ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാതിരുന്നാൽ, നന്ദിയുള്ളവരാകാതിരുന്നാലാണ് വലിയ വിചാരണയെ നേരിടേണ്ടി വരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്ദി വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദി വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്ദിയുള്ള അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എങ്ങനെയെല്ലാമാണ് നാം അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എന്നതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നന്ദി വേണമെന്ന് നമ്മൾക്ക് മനസ്സിലായി, നന്ദി വേണമെന്ന് നമ്മൾക്കറിയാം.
എങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുകയാണ്. നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ഹൃദയം കൊണ്ടും നന്ദി വേണം അല്ലാഹുവിനോട്. അൽഹംദുലില്ലാഹ് എന്ന വചനം മനുഷ്യൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സലാത്ത് ചൊല്ലിയില്ലേ? എന്റെ കൂടെ ഉണ്ടോ? സലാത്തൊക്കെ ചൊല്ലുന്നുണ്ടോ? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന് സദാ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ടവനാണ്. അത് തന്നെയാണ് നാവ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു വചനത്തിന്റെ മഹത്വം വിവരണാതീതമാണ്. വളരെ മഹത്വമേറിയ വചനമാണ് അൽഹംദുലില്ലാഹ് എന്ന വളരെ മനോഹരമായ പവിത്രമായ വചനം. ധാരാളം ഹദീസുകൾ നമ്മൾ കാണും ഈ വചനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി വചനങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് എന്നവരെ തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അല്ലാമ ഇബ്നു അബി ദുനിയ എന്ന മഹാൻ തന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അൻഅമല്ലാഹു അസ്സ വജല്ല അലാ അബ്ദിൻ നിഅമ. ഒരു മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. ഫഖാല അൽഹംദുലില്ലാഹ്, ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ, ഇല്ലാ കാനൽ ഹംദു അക്സറ മിനൻ നിഅമ, തീർച്ചയായും ആ ഹംദ് അല്ലാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കാൾ മേലെയാണെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാ കാനൽ ഹംദു അക്സറ മിനൻ നിഅമ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങളെക്കാൾ മേലെയാണ് അവന്റെ സ്തുതികീർത്തനം, അവന്റെ ഹംദ് എന്ന് പറയുന്നത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹംദ് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാലുടൻ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് പറയുന്നത്, അല്ലേ? ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഹംദ് ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹ്. ബഷറായി ഇനി തുടരുന്നുണ്ടോ? ശരി, അപ്പോൾ ഉണ്ടായിട്ട് ആക്കാത്തതാണല്ലേ, സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട്. ألف الألف نظام مدهنا على الأعلى أول سطور بسم الله بدء الخالق قال لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل لا إله إلا الله لا إله إلا الله محمد رسول الله. ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ചൊല്ലണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സർവസ്തുതി. അല്ലദീ അത്അമനി വസഖാനി, എങ്ങനത്തെ അല്ലാഹു, എന്നെ ഭക്ഷിപ്പിച്ചവനാണവൻ, എനിക്ക് പാനീയം നൽകിയവനാണവൻ, എന്നെ കുടിപ്പിച്ചവനാണവൻ. വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിമീങ്ങളിൽ പെട്ടവനാക്കുകയും ചെയ്തു അവൻ. അല്ലാഹുവിനാണ് സ്തുതി. ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ.
ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയൂല എല്ലാവരും? അൽഹംദുലില്ലാ എന്ന് പറയുന്നവരൊക്കെ കൈപൊക്കി നോക്കട്ടെ. മാഷാ അൽഹംദുലില്ലാ. നിങ്ങളോട് ഇപ്പം ഞാൻ എന്തിനാ വഴുത് പറയുന്നു? പഠിച്ചു എല്ലാവരും മുത്തഖീങ്ങളും സാലിഹീങ്ങളാണെന്ന് തോന്നുന്നു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയത് അത് പറയണം. പൂർണ്ണമായി പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഹബീബാ നബി തങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ അദ്ബൻ ഫുറാതാ വലം യജ്അൽഹു മിൽഹൻ ഉജാജാ. എത്ര മനോഹരമായ വചനം. ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ പ്രിയപ്പെട്ടവരെ ഹബീബാ നബി തങ്ങൾ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ജഅലൽ മാഅ അദ്ബൻ ഫുറാതാ. ഈ വെള്ളത്തെ വളരെ മനോഹരമാക്കി മാറ്റിയ, ശുദ്ധവെള്ളമാക്കി മാറ്റിയ അല്ലാഹുവിനാണ് സർവസ്തുതി. വലം യജ്അൽഹു മിൽഹൻ ഉജാജാ. അവൻ ഈ വെള്ളത്തെ ഉപ്പ് രസമുള്ള വെള്ളമാക്കിയില്ലല്ലോ. അല്ലേ? വെള്ളം കുടിച്ചാൽ മനുഷ്യൻ അങ്ങനെ പറയണം. ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും അവന് പറയാൻ കഴിയണം. വസ്ത്രം ധരിക്കുമ്പോഴും പറയാൻ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ വസ്ത്രം ധരിക്കാറുണ്ട് നമ്മൾ, അല്ലേ? ആരുടെയെങ്കിലൊക്കെ കല്യാണങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ പെരുന്നാളുകൾക്കൊക്കെ പുതുവസ്ത്രം ധരിക്കുന്ന നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ കസാനി വഅൽബസനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അധ്വാനവുമില്ലാതെ, ഒരു ശക്തിയുമില്ലാതെ ഈ പുതിയ വസ്ത്രം എന്നെ ധരിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതി. അവിടെയും അവൻ അല്ലാഹുവിനെ ഹംദ് ചെയ്യണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുമായി അവന് ബന്ധപ്പെടുന്നുവോ അപ്പോഴെല്ലാം അവൻ അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോഴെല്ലാം അവൻ അല്ലാഹുവിനെ സ്തുതിക്കണം, അല്ലേ? എന്തിനേറെ പറയണം, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഗുഫ്റാനകൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്ന ചൊല്ലൽ സുന്നത്തുണ്ടെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അൽഹംദുലില്ലാഹ് ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. എന്നിൽ നിന്ന് ഈ പ്രയാസത്തെ നീക്കി തന്ന അല്ലാഹുവിനാണ് സർവസ്തുതി. ഇതിനേക്കാളും വലിയ പ്രയാസമുണ്ടോ? അല്ലേ? മൂത്രമൊഴിക്കാൻ മുട്ടിയ മനുഷ്യന് മൂത്രമൊഴിക്കാൻ കഴിയാതെ വന്നാൽ പ്രിയപ്പെട്ടവരെ അതിനേക്കാളും വലിയ പ്രയാസമുണ്ടോ? അവൻ എത്ര പണം ചെലവഴിച്ചിട്ടാണെങ്കിലും ഏതെല്ലാം ഡോക്ടർമാരെ അവന് സമീപിക്കില്ലേ? ഒരു നിമിഷം, ഒരു ദിവസം അവന് മൂത്രമൊഴിക്കാൻ കഴിയാതെ വന്നാൽ, എന്നാൽ വളരെ മനോഹരമായി ഒരു പ്രയാസവുമില്ലാതെ നമ്മൾ മൂത്രമൊഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോഴെല്ലാം നമ്മൾ ഒന്നും വേണ്ട, അല്ലാഹുവിനൊരു ഹംദ് പറയാം, അല്ലാഹുവിനൊരു ഹംദ് പറയാം. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. ഈ പ്രയാസം എന്നിൽ നിന്ന് പോക്കി തന്ന അല്ലാഹുവിനാണ് സ്തുതി. വഅഫാനി, എനിക്ക് ആഫിയത്ത് നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതി. ഇങ്ങനെ ഏതെല്ലാം ഘട്ടങ്ങളിൽ, ഏതെല്ലാം മേഖലകളുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ അല്ലാഹുവിനെ ഹംദ് ചെല്ലണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് ബദലായി, പകരമായി ഒരു മനുഷ്യൻ അല്ലാഹുവിന് അൽഹംദുലില്ലാ എന്ന് തിരിച്ചു പറയുമ്പോ ഇല്ലാ കാനൽ ഹംദു അക്സറ മിനൻ നിഅമ, അല്ലാഹു അവന് ചെയ്തു കൊടുത്ത ആ അനുഗ്രഹങ്ങളെക്കാൾ മേലെയാകുന്നതാണ് അവന്റെ അൽഹംദുലില്ലാ എന്ന വചനമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്.
കണ്ണടക്കുന്ന നേരത്ത്, ലോകത്തോട് വിട പറയുന്ന നേരത്ത്, പ്രിയപ്പെട്ടവരെ, ആ മുബാറക്കായ മനോഹരമായ വചനം നമ്മൾക്ക് ചൊല്ലണ്ടേ? അതിനെന്ത് വേണം? ദുനിയാവിൽ പരമാവധി ആ ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അഭിവന്യരായ ഉസ്താദ് അഫ്ളൽ ദിക്ർ എന്ന് പറയുമ്പോ എഴുന്നേറ്റ് പോകുന്ന സഹോദരാ, ആ ദിക്ർ ചൊല്ലിയാൽ അത് ബിദ്അത്താണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കി പോകുന്ന സഹോദരാ, കണ്ണടക്കുമ്പോൾ നിനക്ക് ചൊല്ലാനുള്ള ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമി. ഒരാളുടെ അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗം കടന്നു എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗം കടന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന സമയത്ത് ചൊല്ലണമെങ്കിൽ ദുനിയാവിൽ നമ്മളത് പതിവാക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് അഫ്ളലുദ് ദിക്രി, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലുദ് ദുആഇ അൽഹംദുലില്ലാഹ്. പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നത്, പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോ നമ്മൾ അൽഹംദുലില്ലാഹ് ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ് എന്ന വചനം ഒരു മുഅ്മിന് പതിവാക്കേണ്ട വചനമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. മഹാനായ അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്, കാന യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അത്തുഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിന്റെ പകുതി ഭാഗമാണ്. വൽഹംദുലില്ലാഹി യംലഉൽ മീസാൻ, അത് നാളെ പരലോകത്ത് അവന്റെ തുലാസിനെ നിറക്കുന്നതാണ്. എന്താ പറഞ്ഞത്? തുഹൂർ, ശുദ്ധി എന്ന് പറയുന്നത് ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതി ഭാഗമാണ്. അൽഹംദുലില്ലാഹി യംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് മീസാനിനെ നാളെ നിറക്കുന്ന വചനമാണ്. അല്ലാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഹംദ് എന്ന് പറയുന്നത് വളരെ സവിശേഷമായ, വളരെ പ്രാധാന്യമേറിയ വചനമാണ്. ബിസ്മിയെ പോലെ തന്നെ ഓരോ കർമ്മത്തിന്റെയും പ്രാരംഭത്തിൽ ചൊല്ലതാണ് ഹംദ് എന്ന് പറയുന്നതും. ബിസ്മി എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രാരംഭത്തിൽ ചൊല്ലേണ്ട വചനമല്ലയോ? എല്ലാ നല്ല ഘട്ടങ്ങളും ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാമ ഇബ്നു മാജാ തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം ബൈഹഖി തങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി അഖ്തഉ. ബിസ്മില്ലാഹ് എന്നതുകൊണ്ട് തുടങ്ങാത്ത ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും ബർക്കത്ത് നഷ്ടപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ബിസ്മില്ല കൊണ്ട് തുടങ്ങാതിരുന്നാൽ ആ കാര്യത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞതുപോലെ മറ്റൊരു ഹദീസിൽ പുണ്യനബി തങ്ങൾ പറയാണ്, കുല്ലു അംരിൻ ദീബാൽ ലാ യുബ്ദഉ ഫീഹി ബി അൽഹംദുലില്ലാഹി അഖ്തഉ. അൽഹംദുലില്ലാഹ് എന്നതുകൊണ്ടും തുടങ്ങാത്ത ഏത് കാര്യവും അഖ്തഉ, ബർക്കത്ത് നഷ്ടപ്പെട്ടതാണ്. ആ കാര്യത്തിന്റെ ബർക്കത്ത് മുറിഞ്ഞു പോകുന്നതാണ് എന്ന് ആമിനാന്റെ പൊന്നുമോൻ താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മി പോലെ പ്രധാനമാണ് അൽഹംദുലില്ലാഹ് എന്നതും. ബിസ്മി പോലെ പ്രധാനമാണ്. ബിസ്മി എല്ലായിടത്തും വേണമല്ലോ, അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ചൊല്ലണമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്.
ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒന്നും ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അവന്റെ കൂടെ പിശാച് പങ്കാളികളാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പിശാച് ഉണ്ടാകുന്നതാണ്. അതാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്, ഇൽതഖാ ശൈത്താനുൽ മുഅ്മിനി വശൈത്താനുൽ കാഫിർ. ഒരു ദിവസം മുഅ്മിനായ മനുഷ്യന്റെ കൂടെയുള്ള ശൈത്താനും അതേപോലെ കാഫിറായ മനുഷ്യന്റെ കൂടെയുള്ള ശൈത്താനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. രണ്ടാൾ കൂടെയുള്ള ശൈത്താൻ, മുഅ്മിനീങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ ശൈത്താൻ ഉണ്ടാവും അല്ലേ? എല്ലാവരുടെയും കൂടെ പിശാച് ഉണ്ടാകുന്നതാണ്. ഹബീബ നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങളുടെ കൂടെയും പിശാചുണ്ടോ? ഹബീബ് പറഞ്ഞു, അതെ, ആ പിശാചിനെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ആ പിശാചിനെ ഞാൻ അനുസരിപ്പിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ട് പിശാചുകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ ഒരു പിശാച് തടിച്ചു കൊഴുത്ത പിശാചാണ്, മറ്റേ പിശാച് മെലിഞ്ഞുണങ്ങിയ പിശാചാണ്. മഹ്സൂലുൻ ഹസീൻ. ഒരു പിശാച് മെലിഞ്ഞുണങ്ങിയ പിശാചാണ്, തീരെ തടിയുമില്ല, വണ്ണവുമില്ല, ഒന്നുമില്ല. മറ്റേ പിശാച് നല്ല തടിച്ചു കൊഴുത്ത ആളാണ്. അപ്പൊ രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോ അവര് തമ്മിൽ ഒരു കുശലാന്വേഷണം ഉണ്ടാവല്ലോ അല്ലെ? ഒരു കുശലാന്വേഷണം, അവര് തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, മെലിഞ്ഞുണങ്ങിയ ആള് തടിച്ച മനുഷ്യനോട് ചോദിച്ചു, അല്ല നീ വല്ലാണ്ട് ഉഷാറായിട്ടുണ്ടല്ലോ, എന്താ സംഭവം? അപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോഴും ഞാനുള്ളത് ഒരാളുടെ കൂടെയാണ്. അവന്റെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചാൽ അവൻ ബിസ്മി ചൊല്ലൂല, വെള്ളം കൊണ്ടുവച്ചാലും അവൻ ബിസ്മി ചൊല്ലില്ല, എണ്ണ തേക്കുമ്പോഴും അവൻ ബിസ്മി ചൊല്ലില്ല, വസ്ത്രം ധരിക്കുമ്പോഴും അവൻ അല്ലാഹുവിനെ സ്മരിക്കുകയില്ല. അപ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെ പങ്കാളിയാകുന്നതാണ്. ഭക്ഷണത്തിലും പങ്കാളിയാണ്, വെള്ളം കുടിക്കുമ്പോഴും ഞാൻ അവന്റെ പങ്കാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിച്ചു കൊടുത്തത്. മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ, മെലിഞ്ഞുണങ്ങിയ പിശാച് പറയാണ്, എങ്കിൽ എന്റെ കാര്യം വളരെ പരിതാപകരമാണ്. ഞാൻ ഉള്ളതൊരുത്തന്റെ കൂടെയാണ്. അവന്റെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചാലും വെള്ളം കൊണ്ടുവച്ചാലും ജ്യൂസ് കൊണ്ടുവച്ചാലും അവന് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴെല്ലാം അവൻ അല്ലാഹുവിനെ സ്മരിക്കുന്നതാണ്, അവൻ ബിസ്മില്ലാ എന്ന് ചൊല്ലുന്നതാണ്. അതോടുകൂടെ പിന്നെ ഭക്ഷണത്തിലും എനിക്ക് പങ്കാളിയാകാൻ കഴിയില്ല, അവന്റെ കൂടെ ഒരു കാര്യത്തിലും എനിക്ക് പങ്കാളിയാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയത് എന്ന് മെലിഞ്ഞുണങ്ങിയ പിശാച് മറുപടി പറഞ്ഞു എന്ന് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ വാളുകൾക്ക് ആദരണീയരായ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പറയാനുള്ളത്, ഭക്ഷണ മര്യാദകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അത് കഴിക്കാൻ ഒരുങ്ങുമ്പോ ബിസ്മില്ലാ എന്ന് ചൊല്ലുക, അല്ലാഹുവിനെ ഒന്ന് സ്മരിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതേപോലെ പ്രധാനമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ചൊല്ലി അല്ലാഹുവിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുക. അത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്, കർത്തവ്യമാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അൽഹംദുലില്ലാ എന്നത് വളരെ മഹത്വമുള്ള വചനമാണ്, ഏറെ പവിത്രമായ ഒരു വചനമാണ്. എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട വാക്കാണ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഉപകാരപ്രദമായ ഒരു ദിക്ർ പഠിപ്പിക്കുന്നുണ്ട്. മാ മിൻ റജുലിൻ റആ അബ്ദൻ ബിഹി ബലാഉൻ ഖദ് ഉഫിയ മിൻഹു. ഒരാൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന വികലാംഗനായ അല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങൾ ബാധിച്ച ഒരാളെ കണ്ടുമുട്ടിയാൽ ഫഖാൽ, അവന് പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോ, നിന്നെ അല്ലാഹു പരീക്ഷിച്ച ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതി. വഫല്ലലനി അലാ കസീരിൻ മിമ്മാ ഖലഖ തഫ്ളീലാ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഒരുപാട് സൃഷ്ടികളെക്കാൾ എന്നെ മേലെയാക്കിയല്ലോ, എന്നെ ഉന്നതനാക്കിയല്ലോ. അങ്ങനെയുള്ള അല്ലാഹുവിനാണ് സർവസ്തുതി എന്നർത്ഥം വരുന്ന ഒരു ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ഫഖദ് അദ്ദാ ശുക്ര തിൽകൻ നിഅമ, ആ അനുഗ്രഹത്തിനുള്ള നന്ദി ചെയ്തവനാണ് ആ മനുഷ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ പള്ളിയിൽ നിന്നൊക്കെ ജുമുഅ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചില ആളുകളെ നമ്മൾ ഇങ്ങനെ കാണും, അല്ലേ? 2 കൈയിൽ നഷ്ടപ്പെട്ടയാൾ, അല്ലെങ്കിൽ 2 കാല് നഷ്ടപ്പെട്ടയാൾ, വികലാംഗരായ ആളുകൾ, മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ അവരെ കാണുമ്പോ പുച്ഛ മനോഭാവത്തോടുകൂടെ പോകുന്നതിന് പകരം ഒന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തതിനു ശേഷം മനസ്സിലൊന്ന് പറയാ, അൽഹംദുലില്ലാഹ് അല്ലദീ അഫാനി മിമ്മ ബതലാക ബി വഫളലനി അലാ കസീരിൻ മിമ്മാ ഖലഖ തഫ്ളീലാ. അങ്ങനെ ഒരു ദിക്ർ അവൻ മനസ്സിലൊന്ന് ചൊല്ലിയാൽ തീർച്ചയായും അവൻ അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുള്ള ആ നിഅമത്തിന്റെ ശുക്റാണ്, നന്ദിയാണത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല, മറ്റൊരു ഹദീസിൽ കാണാം, ഇല്ലാ അഫാഹുല്ലാഹു മിൻ ദാലികൽ ബലാ, ആ ഒരു പ്രയാസത്തിൽ നിന്ന്, ആ ഒരു രോഗത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അവൻ അല്ലാഹു അങ്ങനെ ഒരു രോഗം കൊടുക്കില്ല. കാല് നഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോ ഈ ദിക്ർ ചൊല്ലിയാൽ ഇവനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകൾക്ക് പ്രകാശം നൽകട്ടെ, ഇത്തരം നന്മകൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله. മുല്ലാ അലാ യാസീൻ ഹബീബില്ലാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖമ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. മഹാനായ അല്ലാമ ഇബ്നു അബി ദുനിയ എന്ന മഹാൻ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. മഹാനായ ഇസ്ഹാഖ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബി തൽഹ എന്ന മഹാൻ പറയാണ്, അന്ന റജുലൻ കാന യഅതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ സാധാരണയായി ഹബീബായ നബി തങ്ങളുടെ അരികിൽ വരാറുണ്ട്. ഒരു സ്വഹാബി വര്യൻ, എപ്പോഴും പുണ്യ നബി തങ്ങളുടെ അരികിൽ വരാറുള്ള മനുഷ്യൻ. ഫയുസല്ലിമു അലൈഹി, ഹബീബായ നബി തങ്ങളോട് സലാം പറയും. ഫയഖൂൽ, ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കും, കൈഫ അസ്ബഹത, എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് ചോദിക്കും. നമ്മളങ്ങ് ചോദിക്കുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് എപ്പോഴും ചോദിക്കും, സുഖമല്ലേ, കൈഫ അസ്ബഹത, എങ്ങനെയുണ്ട്, റാഹത്തന്നല്ലേ എന്ന് ചോദിക്കുമ്പോ ഫയഖൂലുർ റജുൽ, എപ്പോഴും ആ സ്വഹാബി വര്യൻ ഹബീബായ നബി തങ്ങളോട് പറയും, അൽഹംദുലില്ലാഹ് അഹ്മദുല്ലാഹ്, അതേ സുഖമാണ്, അൽഹംദുലില്ലാഹ് സന്തോഷമാണ് നബിയേ എന്ന് എപ്പോഴും പറയാറുള്ള സ്വഹാബി ഒരു ദിവസം ഹബീബായ നബി തങ്ങളുടെ അരികിൽ വന്നു. ആ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന സന്തോഷത്തോടെ പറയുമ്പോഴെല്ലാം ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. അല്ലാഹു എപ്പോഴും നിനക്ക് സന്തോഷം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് പുന്നാര നബി തങ്ങൾ ആ സ്വഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഫജാഅർ റജുലു യൗമാ, ഒരു ദിവസം ആ സ്വഹാബി ഹബീബായ നബി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. فقال له النبي صلى الله عليه وسلم كيف أنت يا فلان, എന്നും ചോദിക്കാറുള്ളതുപോലെ ആ സ്വഹാബിയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേ?
ഫഖാൽ അന്നേരം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ബിഖൈരിൻ ശകറതു. അന്നേരം ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി സാധാരണഗതിയിൽ നമ്മളൊക്കെ പറയുന്നത് പോലെയാണ്. എല്ലാ ദിവസവും നല്ല പോലെ അൽഹംദുലില്ലാഹ് സന്തോഷാണ് റാഹത്താണ് എന്ന് പറയാറുള്ള മനുഷ്യൻ അന്ന് റസൂലുള്ളാഹി തങ്ങൾ സുഖല്ലേ എന്ന് ചോദിച്ചപ്പോ നമ്മളൊക്കെ പറയുന്നത് പോലെയാണ് പറഞ്ഞത്. എങ്ങനെ നമ്മൾ പറയാ? ഇങ്ങനെ നമ്മൾ പറയാം, മലയാളികളായ നമ്മൾ പ്രത്യേകിച്ച് എത്ര നിയമത്തുണ്ടായാലും എത്ര വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്താലും സുഖമില്ലാച്ചാരെ എന്ത് സുഖം ഇങ്ങനെ പോകുന്നു എന്നാ പറയാ. നമ്മുടെ നാട്ടില് വേറെ രീതിയിൽ പറയും, ഓരോ നാട്ടിലെ ഇവിടെ എങ്ങനെ പറയാ, അങ്ങനെ തന്നെ പറയാം അല്ലെ. എന്തോളി ഓളി എന്നൊന്നും ഇവിടെ പറയൂല. ഓളി ഉണ്ടാ? ഓളി ഈ ഭാഗത്തൊരു പ്രത്യേകതയാണത് അല്ലെ, ഓളി എന്ന് പറയുന്നത്. ഞങ്ങള് 10 വർഷം ഞാൻ കടമേരി പഠിച്ചാണ് ഇവിടെ ഞങ്ങൾ തൊട്ടടുത്ത സ്ഥാപനത്തിൽ, കടമേരി റഹ്മാനി അറബിക് കോളേജിൽ. എന്നാൽ ഈ പരിസര പ്രദേശങ്ങളിലെ ചില ഭാഷകളൊക്കെ കൃത്യമായി അറിയും. നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഒന്ന് ഈ ഓളി എന്ന് പറയുന്നത്. ഇവിടെ ഓളി ഉണ്ടല്ലോ, കുറച്ച് ഓളിക്കാരുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നിഅമത്തുണ്ടായാലും നമ്മൾ പറയും ഇങ്ങനെ പോകുന്നു സുഖമായിട്ടൊന്ന് അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തോടെ റാഹത്ത് എന്ന് പറയണവർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്റെ വാളുകൾക്ക് മുഅ്മിനീങ്ങളോട് ഞാൻ ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ കഴിയണം. ആളുകൾ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് സന്തോഷാണ് റാഹത്താണ് എന്ന് പറയണം. എന്തിനാ നമ്മളതിന് മടിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നിഅമത്താണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവാം. ഒന്നുകിൽ എന്താ പറയാ, വീടുണ്ടാവൂല, പക്ഷെ നല്ല ഭാര്യ ഉണ്ടാകാം, നല്ല മക്കളുണ്ടാകാം, നല്ല കുടുംബമുണ്ടാകാം, നല്ല ആരോഗ്യമുണ്ടാകാം, ഒരു രോഗവുമില്ല. ആകെയുള്ളൊരു പ്രയാസം വീടില്ല എന്നേ ഉള്ളൂ. അതല്ലേ ഉള്ളൂ. അതിനിങ്ങനെ പ്രയാസപ്പെടും. ബാക്കി ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു ചെയ്തു തന്നിട്ടില്ലേ. ഇനി അല്ലെങ്കിൽ ഒരാൾക്ക് വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, കുടുംബമുണ്ട്, ചെറിയ എന്തെങ്കിലും അസുഖമുണ്ടാകാം, വല്ല ഷുഗറോ പ്രഷറോ അല്ലെങ്കിൽ വേറെ വല്ല അസുഖങ്ങളും. അപ്പൊ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറയാൻ എന്തിന് നമ്മൾ മടിക്കണം? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മൾക്ക് ചെയ്തു തന്നിട്ടില്ലേ. ഈ സ്വഹാബി വരിയ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ബിഖൈരിൻ ശകറതു. കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ആ സ്വഹാബി വര്യന് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങൾ ഫസക്കച്ച, അന്ന് മാത്രം ദുആ ചെയ്തില്ല. പുണ്യ നബി തങ്ങൾ അന്ന് മൗനം പാലിച്ചു, ഒന്നും ദുആ ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ഫഖാല റജുൽ, അന്നേരം ആ സ്വഹാബി ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് നബിയേ, കുന്തു തസ്അലുനി ഫതദ്ഉ കുന്ത തസ്അലുനി ഫതദ്ഉ ലി. എല്ലാ ദിവസവും അങ്ങനോട് സുഖമല്ലേ എന്ന് ചോദിക്കും, ഞാൻ അൽഹംദുലില്ലാഹ് അതേ സുഖമാണെന്ന് പറയും. അപ്പോഴൊക്കെ അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടല്ലോ നബിയേ. വ ഇന്നക സഅൽതനി അൽ യൗമ ഫലം തദ്ഉ ലി. ഇന്ന് അങ്ങനോട് സുഖമല്ലേ എന്ന് ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു, പക്ഷേ ഫലം തദ്ഉ ലി അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തില്ലല്ലോ നബിയേ. എന്താണ് കാരണമെന്ന് ചോദിച്ച സ്വഹാബിയോട് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പൊന്നു ചെറുപ്പക്കാരാ, ഇന്നി കുന്തു അസ്അലുക ഫതഷ്കുറുല്ലാഹ്. എന്നും ഞാൻ നിന്നോട് സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോ ആവേശത്തോടെ നീ അൽഹംദുലില്ലാഹ് എന്ന് പറയാറുണ്ട്, നീ അല്ലാഹുവിനെ നന്ദി ചെയ്യാറുണ്ട്. വ ഇന്നി സഅൽതുകൽ യൗമ, ഇന്ന് ഞാൻ നിന്നോട് സുഖമല്ലേ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ഫശക്കകത ഫി ശുക്രി, നീ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ ഒരൽപ്പം മടി കാണിച്ചല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാത്തതെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ, ശുക്ർ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. അവരാണ് സത്യവിശ്വാസി. അതല്ലേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അജബൽ ലി അംറിൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്.
ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. എന്താണ് കാരണം? ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ. അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറായിട്ടാണ് വരിക. അവന് സന്തോഷമുണ്ടായാലും അവന് കൂലിയാണ്, അവന് ദുഃഖമുണ്ടായാലും അവന് കൂലിയാണ്. എങ്ങനെയാണത്? ഇൻ അസ്വാബതുഹു ളറാഉ സബറാ. അവന് വല്ല പ്രയാസവും ഉണ്ടായാൽ, അവന്റെ ബിസിനസ്സിൽ വലിയ നഷ്ടമുണ്ടായാൽ, മക്കളെ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ സ്വബറാ, അവന് ക്ഷമിക്കുമല്ലോ. ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഇല്ല കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ചവന് ക്ഷമിക്കുമല്ലോ. അതോടുകൂടെ ആ ക്ഷമക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. വഇന്ന സ്വബതുഹു സറാ. ഇനി അവന് സന്തോഷമുണ്ടായാലോ, വല്ല ആഹ്ലാദകരമായ ശുഭവാർത്തയുണ്ടായാലോ, അപ്പോഴും ശക്കറ, അവൻ അമിതമായ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് പകരം അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയാണ് ചെയ്യുക. അവൻ അല്ലാഹുവിന് ശാകിറാകുന്നതാണ്. അപ്പോഴും ഫകാന ഖൈറല്ല, അതും അവന് ഖൈറാണ്. അവന് ദുഃഖമുണ്ടായാലും കൂലിയാണ്, സന്തോഷമുണ്ടായാലും പ്രതിഫലമാണ്. ഇതൊരു മുഅ്മിനിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അജബൽ ലിഅംരിൽ മുഅ്മിനി. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ അല്പം ഞെരുക്കത്തിലാണെങ്കിൽ പോലും ഹംദ് നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും വിട്ടുപിരിയാൻ പാടില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ സാമ്പത്തികമായി ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അള്ളാഹുവിന്റെ ഖദറിലും ഹിക്മത്തിലുമുള്ള വിശ്വാസം ഒരാളിൽ ദൃഢമാണെങ്കിൽ അയാൾക്കത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഖദറിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉടൻ തന്നെ അവന് എന്ത് പ്രയാസം ഉണ്ടായാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ അവനൊരു പ്രയാസവും ഉണ്ടാകില്ല. കാരണം അവൻ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വാസമുള്ളവനാണ്. അള്ളാഹുവിന്റെ തീരുമാനം എന്തായാലും അത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് പ്രതികൂലമാണെന്ന് തോന്നിയാലും പ്രിയപ്പെട്ടവരെ, അത് പരോക്ഷമായി നമ്മൾക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും, എന്തിനാ പഠിച്ചോ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കണം അല്ലെ? ചില ആളുകൾ ഇങ്ങനെ പറയും എന്തെങ്കിലുമൊക്കെ ചെറിയ രോഗം ഉണ്ടായാൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാടിന്റെ പരിസരത്ത് ഒരു താത്ത ഉണ്ടായിരുന്നു. ആ താത്ത മരണപ്പെട്ടു. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ പഠിച്ചോ ആമീൻ എന്ന് പറഞ്ഞില്ല? നിങ്ങളില്ലേ, എന്റെ കൂടെ ഇല്ലേ? അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. എല്ലാരും ഒന്നും ഉഷാറായിട്ട് രണ്ട് സ്വലാത്തല്ലേ, ഒരു റാഹത്ത് ഇല്ലേ? കുറവുണ്ടോ? കുടിക്കാൻ എന്തെങ്കിലും വേണോ? കുടിക്കാനല്ലോ ഉണ്ടോ? ഒന്നുമില്ല. വെള്ളം ഉണ്ടല്ലേ? പച്ചവെള്ളം ഉണ്ട്, മതി. അൽഹംദുലില്ലാഹ്. ഏറ്റവും നല്ലത് പച്ചവെള്ളം തന്നെയാണ്, വേറൊന്നും ഇല്ലെങ്കിൽ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു താത്ത ഉണ്ടായിരുന്നു. ഒരുപാട് കാലം അവർ നിസ്കരിക്കും, നോമ്പൊക്കെ നോറ്റു. പക്ഷെ അവരുടെ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കം അവസാനിക്കണില്ല. എപ്പോഴും വലിയ വിഷമത്തിലാണ്. അങ്ങനെ അവസാന കാലത്ത് അവർ നിസ്കാരം തന്നെ ഒഴിവാക്കി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാണ് മങ്ങളിങ്ങനെ നിസ്കരിക്കാത്തത്? ആളുകളൊക്കെ ഉപദേശിക്കുമ്പോൾ പറയും, കാലങ്ങളോളം ഞാൻ നിസ്കരിച്ചു, എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? അള്ളാഹു എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ പ്രയാസം അനുഭവിച്ചിട്ട് അള്ളാഹു എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നൊരു ഉമ്മ പറഞ്ഞു. ഉമ്മ മരണപ്പെട്ടു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രയാസം അനുഭവിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നുന്ന കുറച്ചെങ്കിലും ആളുകൾ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ്. പിന്നെ ഈമാൻ കുറയുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങൾ കുറയുകയാണ് ചെയ്യുക.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വലിയ വലിയ രോഗങ്ങൾ വന്നാൽ എന്തോ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമില്ല എന്നൊരിക്കലും ചിന്തിച്ചു പോകരുത്. അതാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, അലാ ഉരീകം റഅചം മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ, സ്വർഗീയ വനിതകളിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മറ്റേ സ്വഹാബി പറഞ്ഞു, ബലാ, അതെ, കാണണം. ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു. തിൽകം റഅത്തുൻ സൗദാ, ആ നിൽക്കുന്ന കറുകറുത്ത പെണ്ണിനെ കണ്ടോ, അവള് സ്വർഗ്ഗത്തിലാണ്. എന്താണ് കാരണമെന്നറിയോ? അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളുടെ അരികിൽ അവർ വന്നു. പുണ്യ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പുണ്യ നബിയേ, ഞാൻ അപസ്മാര രോഗിയാണ് നബിയേ, ഇന്നി അതസറഉ വഅതകശഫു യാ ഹബീബല്ലാഹ്, ഞാൻ അപസ്മാര രോഗിയാണ്, പലപ്പോഴും വീണു പോകാറുണ്ട്. അങ്ങനെ വീഴുമ്പോ ഒരുപാട് ആളുകൾ എന്റെ ഔറത്തുകളൊക്കെ കാണുന്നുണ്ട് നബിയേ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഹബീബിനോട് ഒരു സ്വഹാബി വനിത വന്നിട്ട് പറയപ്പോ ഹബീബായ നബി തങ്ങൾ ആ പെണ്ണിനോട് പറയാണ്, പെണ്ണേ, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. ഇനി അതല്ല, നിനക്ക് വേണമെങ്കിൽ നിനക്ക് ആഫിയത്ത് തരാൻ, ആ അസുഖം മാറ്റിത്തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തോളാം. ഏതാണ് വേണ്ടത്? ആ സ്വഹാബി വനിത പറഞ്ഞു, യാ ഹബീബല്ലാഹ്, ബൽ അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം നബിയേ, ഈ രോഗം എനിക്ക് മാറണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ക്ഷമിച്ചോളാം. ഹബീബായ നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ആ സഹോദരി പറഞ്ഞു, ഈ രോഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എനിക്കത് മാറണ്ട, പക്ഷേ നബിയേ, ഞാൻ വീണു പോകുമ്പോ അന്യ പുരുഷന്മാരന്റെ ഔറത്ത് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ആ ഔറത്ത് കാണുന്നത് ഒന്ന് ഇല്ലാതെയാകാൻ അങ്ങൊന്ന് ദുആ ചെയ്യണേ നബിയേ. ഹബീബായ നബി തങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ആ പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രോഗങ്ങൾ അല്ലാഹു തരുന്നത്, പ്രയാസങ്ങൾ തരുന്നത് നമ്മളോട് അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടല്ല, നമ്മളെ അല്ലാഹു അവഗണിക്കുകയല്ല, മറിച്ച് ഒരു മനുഷ്യൻ അല്ലാഹു രോഗങ്ങൾ നൽകുന്നത് ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന് വല്ല പ്രയാസങ്ങളും പനിയോ അല്ലെങ്കിൽ മറ്റു വല്ല രോഗങ്ങളും ഉണ്ടായാൽ എന്തിനാണ് അല്ലാഹു ആ രോഗങ്ങൾ നൽകുന്നതെന്നറിയോ? അവന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കാൻ വേണ്ടിയാണ്. അവന്റെ ദോഷങ്ങൾ മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് മദീനയുടെ രാജകുമാരനെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ലോകത്തെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഔലിയാക്കളാണ്. പിന്നെ ഓരോരുത്തരും അവരുടെ ഈമാനിന്റെ കടുപ്പമനുസരിച്ച് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നതാണ്. അതുകൊണ്ട് അഭിമാനത്തോടെ ഇന്നുവരെ എനിക്കൊരു രോഗവുമില്ല ഉസ്താദേ എന്ന് പറയുന്ന സഹോദര, 50 വർഷമായി എനിക്കൊരു രോഗവുമില്ല എന്ന് അഭിമാനത്തോടെ പറയുന്നവരെ, അത് അഭിമാനത്തോടെ പറയേണ്ട കാര്യമല്ല. അഭിമാനത്തോടെ പറയേണ്ട കാര്യമല്ല. എനിക്കൊരു രോഗമില്ല, ഇന്നുവരെ ഒരു രോഗം അല്ലാഹു തന്നിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക്, രോഗങ്ങൾക്ക് വിധേയരായ ആളുകൾ നാളെ പരലോകത്ത് അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുന്നത് കാണുമ്പോ ദുനിയാവിൽ ഒരു പ്രയാസവും അനുഭവിക്കാത്ത ആളുകൾ പരലോകത്ത് വെച്ച് ആഗ്രഹിച്ചു പോകുമത്രേ.
യവദ്ദു അഹ്ലുൽ ആഫിയ, ദുനിയാവിൽ നല്ല സുഖമുണ്ടായിരുന്ന ആളുകൾ, ഒരു രോഗവുമില്ലാത്ത ആളുകൾ പരലോകത്ത് ആഗ്രഹിച്ചു പോകും, യാ അല്ലാഹ് എനിക്കും ഇവർക്ക് നീ നൽകിയതുപോലുള്ള രോഗങ്ങൾ നീ എനിക്കും നൽകിയിരുന്നെങ്കിലെന്ന് ആഖിറത്തിൽ ആഗ്രഹിച്ചു പോകുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ചില പ്രയാസങ്ങൾ കാണുമ്പോ പ്രത്യക്ഷത്തിൽ അത് പ്രയാസമെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അത് പരോക്ഷമായി നമുക്കത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് ഇന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഹബീബായ നബി തങ്ങളുടെ അരികിൽ വന്നു. ഫഖാൽ യാ നബിയല്ലാഹ്, നബിയേ അയ്യുൽ അമലി അഫ്ളലു. ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഏത് അമലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഈമാനും ബില്ലാഹ്, അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. വതസ്ദീഖും ബിഹി, അതേപോലെ അല്ലാഹുവിനെ അംഗീകരിക്കലുമാണ്. വജിഹാദും ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശക്തമായ പോരാട്ടം നടത്തലുമാണ് ഏറ്റവും മനോഹരമായ അമൽ. ഖാല, സ്വഹാബി പറഞ്ഞു, ഉരീദു അഹ്വന മിൻ ദാലിക യാ ഹബീബല്ലാഹ്, അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള ഏറ്റവും നല്ല അമൽ ഏതാണ്? പുണ്യനബി തങ്ങൾ പറഞ്ഞു, അസ്സമാഹത്തു വസ്സബ്റു, അത് ക്ഷമയാണ്. അസ്സമാഹത്തു ഔദാര്യമാണ്, വസ്സബ്റു ക്ഷമയാണ്. ഖാല, സ്വഹാബി വീണ്ടും ചോദിച്ചു, ഉരീദു അഹ്വന മിൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ അതിലും പ്രയാസം കുറഞ്ഞ നല്ല അമൽ ഏതാണ്? ഖാല, ഹബീബ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയാണ്, ലാ തത്തഹിമില്ലാഹ ഫീ ഷൈഇൻ ഖളാഹു ലക്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ മേൽ വിധിച്ച ഒരു വിധിയിലും നീ അല്ലാഹുവിനെ തെറ്റിദ്ധരിക്കാതിരിക്കുക എന്നതാണ്. അല്ലാഹു നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ബിസിനസ്സിൽ വലിയ നഷ്ടം വന്നുപോയി, ലക്ഷങ്ങൾ നിനക്ക് നഷ്ടം വന്നു, ആ സമയത്ത് നീ അല്ലാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ല അമലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആ സമയത്ത് അല്ലാഹുവിനെ തെറ്റിദ്ധരിക്കാതിരിക്കുക, ഇത് അല്ലാഹുവിന്റെ അസലിയായ തീരുമാനമാണ്. ഇത് പടച്ചവൻ എനിക്ക് നേരത്തെ വിധിച്ചിട്ടുള്ളതാണ് എന്ന ഖൽബിൽ ഒരു തോന്നലുണ്ടാകണം. അത് ഈമാനുള്ള ഖൽബാണ്. അല്ലാഹു നമ്മുടെ ഖൽബിനെ ആ രൂപത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بالغ المدع في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله لا إله إلا الله لا إله طه قلبي مذ أتيت واديا خاف ما تابعا وداد طه تاليا للتالي تال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്ന ഒരു സംഭവം കാണാം. വിശ്രുതനായ പണ്ഡിതനാണ്, ലോകം കണ്ട മഹാനായ ആലിമാണ്, സൂഫി വര്യനാണ് വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു. മറ വഹ്ബ് ഇബ്നു മുനബ്ബഹിൻ ബിമുബ്തലൻ അഅമാ മജ്ദൂം. മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അഅമാ, അയാൾ അന്ധനാണ്.
അയാൾ അന്ധനാണ്. അതുപോലെ മാരകമായ മറ്റു പല രോഗങ്ങൾക്കും വിധേയനായ ആളാണ്. വഹുവ യഖൂലു അൽഹംദുലില്ലാഹ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ആ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫഖാല റജുലുൻ മഅ വഹ്ബ് ഇബ്നു മുനബ്ബഹിൻ. അന്നേരം വഹ്ബ് ഇബ്നു മുനബ്ബഹിന്റെ കൂടെയുള്ള ഒരാൾ അയാൾ പറയുകയാണ്, അയ്യു ശൈഇൻ ബഖിയ അലൈക മിനൻ നിഅമതി തഹ്മദുല്ലാഹ അലൈഹാ. വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ, വികലാംഗനാണ്, അതേപോലെ തന്നെ കണ്ണ് കാണാത്തയാളാണ്, അന്ധനാണ്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യൻ ആ പ്രയാസത്തിനിടയിലും അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുമ്പോ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളയാൾ ആ മനുഷ്യനോട് ചോദിച്ചു, അല്ല അയ്യു ശൈഇൻ ബഖിയ അലൈക മിനൻ നിഅമതി തഹ്മദുല്ലാഹ അലൈഹാ. ഇത്രയെല്ലാം പ്രയാസം നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിനെ സ്തുതിക്കാനുള്ള കാരണം എന്താണ്? ഫഖാല ലഹുൽ മുബ്തലാ. അന്നേരം ആ പ്രയാസം അനുഭവിക്കുന്നയാൾ ഈ മനുഷ്യനോട് തിരിച്ചു പറയാണ്, ഇർമി ബസറക ഇലാ അഹ്ലിൽ മദീന. നീ ഒന്ന് ഈ പട്ടണത്തിലുള്ള ആളുകളിലേക്കൊന്ന് നീ നോക്കണേ. ഫൻദുർ ഇലാ കസ്റതി അഹ്ലിഹാ. ആ പട്ടണത്തിൽ എത്ര ആളുകളാണുള്ളത്? പുരുഷന്മാരും സ്ത്രീകളുമായി ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ഒരുമിച്ച് കൂടിയത് ആ പട്ടണം നീ കണ്ടില്ലേ? അഹ്മദുല്ലാഹ്. ഞാൻ ഇവിടെ ഇരുന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അന്നഹു ലൈസ ഫീഹിം അഹദുൻ യഅരിഫുഹു ഗൈറി. എന്നാൽ ലക്ഷക്കണക്കായ ആ ആളുകളിൽ ഒരാളും അല്ലാഹുവിനെ ഓർക്കുന്നത് നീ കാണുന്നില്ലല്ലോ. അല്ലാഹുവിനെ അറിയുന്ന ഒരാൾ ആ കൂട്ടത്തിലുണ്ടോ എന്ന് നീ പരിശോധിച്ചു നോക്ക്. ഞാൻ അല്ലാഹുവിനെ കുറിച്ച് അറിയുകയും ആ അല്ലാഹുവിനെ ഞാൻ സ്തുതി പറയുകയും ചെയ്യുന്നില്ലേ? ഇത് തന്നെ അല്ലാഹു എനിക്ക് തന്ന വലിയ അനുഗ്രഹമല്ലേ എന്ന് ആ മഹാനായ മനുഷ്യൻ വഹ്ബ് ഇബ്നു മുനബ്ബഹിന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു എന്ന് ഹദീസ് ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ്. മഹാനായ വഹ്ബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബിന് വെളിച്ചം നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങനെയൊന്നും പ്രയാസങ്ങളൊന്നും അനുഭവിക്കുന്നില്ലല്ലോ. എത്രയോ നിഅമത്തുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, എത്രയോ നിഅമത്തുകൾക്കിടയിലാണ്. ആ നിഅമത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ 2-3 ദിവസം മുമ്പ് ഒന്ന് ബൈക്ക് ചെരിഞ്ഞു വീണു, കൈയിന്റെ എല്ല് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, റഹ്മാനി ഉസ്താദേ, പഠിച്ചവനെ, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളുടെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ ആ നിഅമത്തൊന്നും ഇല്ലാതായി നോക്കണം. 2 ദിവസമേ ഞാൻ വീട്ടിൽ കിടന്നിട്ടുള്ളൂ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാതെ സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്ര വലിയ പ്രയാസത്തിലാണ് എന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കണം, അള്ളാഹു എത്ര വലിയ നിഅമത്തുകളാണ് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആ നിഅമത്തുകളൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അവസാന ശ്വാസം വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്, അല്ലെ? ഏറ്റവും വലിയ നിഅമത്ത് ആഫിയത്താണ്. ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ആഫിയത്താണ്. മരണം വരെ റാഹത്തോടെ ജീവിക്കണം, നമ്മളെ കൊണ്ട് ഒരാൾക്കും പ്രയാസമില്ലാതെ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് ചോദിക്കാൻ ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ സമ്പത്ത് അല്ലാഹുവിനോട് ചോദിച്ചില്ല എന്ന് മാത്രമല്ല, എനിക്ക് സമ്പത്ത് തരല്ലേ അല്ലാ എന്നാണ് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തത്, അല്ലേ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, നീ എന്നെ മിസ്കീനായി ജീവിപ്പിക്കണമല്ലാ, എന്നെ മിസ്കീനായി മരിപ്പിക്കണമല്ലാ. നാളെ എന്നെ നീ പാവങ്ങളോടൊപ്പമാണ് പരലോകത്ത് ഒരുമിച്ച് കൂട്ടേണ്ടത് എന്നായിരുന്നു ഹബീബിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയും ചെയ്തല്ലോ. ഹബീബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഹബീബ
ഹബീബായ നബി തങ്ങൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. എത്ര ദിവസമാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് പട്ടിണി കിടന്നത്? പട്ടിണിയുടെ വിശപ്പിന്റെ വേദന അറിയാത്ത നമ്മള് ഹബീബായ നബി തങ്ങൾ എന്ന ലോകത്തിന്റെ നായകന്റെ വിശപ്പിന്റെ കഥ കേൾക്കണോ? എത്ര ദിവസമാണ് കുന്നാ ആലു മുഹമ്മദിൻ നറൽ ഹിലാല സുമ്മൽ ഹിലാൽ. ഹബീബിന്റെ പ്രിയപ്പെട്ട പ്രിയതമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ വീടുകളിൽ തുടർച്ചയായി 2 മാസമോ അതിലേറെയോ ഭക്ഷണം പാകം ചെയ്യാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു. തുടർച്ചയായി 1-2 മാസങ്ങളോളം ഭക്ഷണം പാകം ചെയ്തിട്ടില്ല, വേവിച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല. കേവലം വെള്ളവും അതേപോലെ ഈത്തപ്പഴവും മാത്രം കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് സയ്യിദത്തുനാ ആയിഷ ബീവി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദ്യമായി സ്വർഗ്ഗം കടക്കുന്നവർ ആരാണെന്നറിയോ? അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ. പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാണ് ആദ്യമായി സ്വർഗ്ഗം കടക്കുന്നവരെന്ന് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സൗഭാഗ്യശാലികളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ സ്തുതിയുടെ 2 വചനങ്ങൾ പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കാൻ കാരണം അതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, ഇമാം ബൈഹഖി തങ്ങൾ തന്റെ ദഅവാത്ത് എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റആ മാ യക്റഹു. ഹബീബായ നബി തങ്ങൾ പ്രയാസമുള്ള എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, ഹബീബായ നബി തങ്ങൾ താൻ വെറുക്കുന്ന വല്ല കാര്യങ്ങളും കണ്ടാൽ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഹബീബ് പറഞ്ഞിരുന്ന വചനം ഇതാണ്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന് തന്നെയാണ് സ്തുതി. പ്രയാസങ്ങൾ കണ്ടാൽ, പ്രയാസം അനുഭവിച്ചാൽ ഹബീബ് ചൊല്ലിയിരുന്ന വാക്കാണിത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ റആ മാ യക്റഹു, പ്രയാസമുള്ള വല്ലതും കണ്ടാൽ അവിടുന്ന് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വഇദാ റആ മാ യസുറു, സന്തോഷമുള്ള വല്ലതും കണ്ടാൽ അവിടുന്ന് പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. 2 ഘട്ടങ്ങളിൽ 2 രൂപത്തിലുള്ള ഹംദാണ് ഹബീബായ നബി തങ്ങൾ ചൊല്ലിയിരുന്നത്. പ്രയാസമുള്ള സങ്കടകരമായ വല്ല വിഷയങ്ങളും ഉണ്ടായാൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സന്തോഷമുള്ള വല്ല കാര്യങ്ങളും ഉണ്ടായാൽ അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് എന്നവിടുന്ന് പറയുമായിരുന്നു. അത് ഹബീബിന്റെ രീതിയാണ്, അത് ഹബീബിന്റെ ശൈലിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നത് 3 രൂപത്തിലാണ്. അതിൽ ഒന്ന് നാവ് കൊണ്ടുള്ള നിഅമത്താണ്, നാവ് കൊണ്ടുള്ള ശുക്രാൻ. അതിലൊന്ന് നാവ് കൊണ്ടുള്ള ശുക്രാണ്. നാവ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത് ആ ശുക്രിന്റെ വചനം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന വചനമാണ്. അതിന്റെ മഹത്വമാണ് ഞാൻ ഇത്രയും സമയം ബഹുമാന്യ സദസ്സിനോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ രണ്ടാമതായി മഹാന്മാര് പഠിപ്പിക്കുന്നത് ശുക്രിന്റെ 2ാമത്തെ ഘട്ടം അവയവങ്ങൾ കൊണ്ടുള്ളതാണ്. അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി പ്രകടനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന എല്ലാ അവയവങ്ങളെയും അവന്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലും ഉപയോഗിക്കലാണ് അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി പ്രകടനം എന്ന് പറയുന്നത്. അവൻ തന്ന എല്ലാ നിഅമത്തുകളെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. കണ്ണു തന്നിട്ടുണ്ടവൻ,
അതേപോലെ കേൾവി ശക്തി തന്നിട്ടുണ്ടവൻ, സംസാരശേഷി തന്നിട്ടുണ്ടവൻ, നടക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട്. എല്ലാ കഴിവുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന മാർഗത്തിൽ ചെലവഴിക്കലാണ്. പ്രിയപ്പെട്ടവരെ അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി പ്രകടനം എന്ന് പറയുന്നത് ഇത് നന്ദിയുടെ രണ്ടാമത്തെ ഇനമാണ്. നന്ദിയുടെ രണ്ടാമത്തെ ഇനമാണ്. നിന്ദ്യരാകാതിരിക്കാൻ നമ്മൾ നന്ദി ഉള്ളവരാകണം. ഒന്ന് നാവ് കൊണ്ടുള്ള നന്ദി, മറ്റൊന്ന് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി. പ്രിയപ്പെട്ടവരെ, നല്ലപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അരുതാത്ത ഹറാമായ സംഗീതങ്ങൾ കേൾക്കരുത് എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാടാണ്. ഹബീബായ നബി തങ്ങളുടെ നിലപാടാണ്. ഹറാമായ സംഗീതങ്ങൾ കേൾക്കരുത്. കാറിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, കാറിലൂടെ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ, കുഞ്ഞു ചെറുപ്പക്കാരാ, വാഹനാപകടങ്ങളൊക്കെ പെരുകി വരുന്ന കാലമാണ്. ഹറാമായ സംഗീതങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സഹോദരാ, ഒരുപക്ഷെ വല്ല അപകടങ്ങളിലും പെട്ട് നമ്മൾ ലോകത്തോട് വിട പറയാനിടയായാൽ ആലോചിച്ചു നോക്ക്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം നമ്മൾ ചെലവഴിക്കുന്നത് അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലൂടെയാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു തന്ന കണ്ണുകളെ കൊണ്ട് ഹറാമിയത്ത് മാത്രം കാണാൻ ശ്രമിക്കുന്നവരെ, മൻ മലഅ ഐനഹു ബിൽ ഹറാം, ഒരാൾ തന്റെ കണ്ണുകളെ ഹറാമുകളെ കൊണ്ട് നിറച്ചാൽ, മലഅ അല്ലാഹു ഐനഹു ബിജംരി ജഹന്നമ, നരകാഗ്നി കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭൗതികമായ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികൾ നമ്മുടെ നാടുകളിലുണ്ട്. കോളേജ് കുമാരന്മാര്, കുമാരിമാരായി വിലസുന്ന കുട്ടികളെ വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പുതിയ കാലത്തെ വിദ്യാർത്ഥിനികൾക്ക് ഹയാ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? ഞാൻ പറയാതെ തന്നെ നമ്മൾക്കറിയാം. ഈ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പുതിയ കാലത്തെ കുട്ടികളിൽ ഹയാ നഷ്ടപ്പെടുകയാണ്. ഈ അടുത്തൊരു കല്യാണത്തിന് പോകാനിടയായി. കല്യാണ വീട്ടിൽ ചെന്നപ്പോ, കല്യാണ വീട്ടിലെ കോലായിലേക്ക് കടന്നപ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്, കളിതമാശകൾ പങ്കുവെക്കുന്നുണ്ട്, പരസ്പരം സ്പർശിക്കുന്നുണ്ട്. എല്ലാം അവിടെ നടക്കുകയാണ്. ആളുകൾ അതിലൂടെ പോകുന്നുണ്ട്, വരുന്നുണ്ട്. അവർക്കത് വിഷയമേ അല്ല. ആ സമയത്താണ് ഈ വിനീതൻ അവിടെ കയറി ചെല്ലുന്നത്. കുറെ ആൺകുട്ടികളും പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കളിതമാശകൾ പങ്കുവെച്ച് പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോ ആ വിളിച്ച് കല്യാണത്തിന് ക്ഷണിച്ച കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, ആരാണിത്? കല്യാണ പെണ്ണിന്റെ അനുജത്തിയുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു തരികയുണ്ടായി. കല്യാണ പെണ്ണിന്റെ അനുജത്തിയുടെ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളും അതേപോലെ പെൺകുട്ടികളൊക്കെയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ആങ്ങളെയും പെങ്ങളെയും പോലെ, സഹോദരി സഹോദരന്മാരെ പോലെയാണ് കുട്ടികളൊക്കെ പരസ്പരം ഇടപഴകുന്നതും പെരുമാറുന്നതുമല്ല. എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഒരിക്കലും അത് തെറ്റല്ലാതിരിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അത് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ഇഷ്ടമുള്ള ആണിന്റെ കൂടെ നടക്കാം, ഇഷ്ടമുള്ള പെണ്ണിന്റെ കൂടെ നടക്കാം. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് വേറെ പ്രശ്നം. അത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്. പക്ഷേ ആ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ മുസ്ലിമാത്തുകളായ നമ്മൾക്ക് പരിശുദ്ധ ദീനിന്റെ മതത്തിന്റെ ഒരു ഭരണഘടനയുണ്ട്. അതാണ് അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ.
അത് അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമം അനുസരിക്കാൻ അവന്റെ ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾക്ക് ബാധ്യതയുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളോടാണ് നമ്മൾ ഇത് പറയുന്നത്. അല്ലാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന നമ്മൾക്ക് ആ അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കണേ. രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. രണ്ട് ചുണ്ടിന്റെ വ്യഭിചാരം ചുംബനമാണ്. അതുപോലെ രണ്ട് കൈയിന്റെ വ്യഭിചാരം മൽബതുഷു, അത് സ്പർശനമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വ്യഭിചാരത്തിന്റെ ചില പാർട്ടുകളാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം ലൈംഗികമായ അവയവങ്ങളെ കൊണ്ടുള്ള പ്രക്രിയ മാത്രമല്ല, പിന്നെയോ ഇതെല്ലാം വ്യഭിചാരത്തിന്റെ ഓരോരോ ഇനങ്ങളാണ്. എന്റെ വാഴ്ന്നു കേൾക്കുന്ന പൊന്നുമക്കൾ അത് ശ്രദ്ധിക്കണേ. ദുനിയാവിൽ ഒരുപാട് ന്യായീകരണം നടത്താൻ നമ്മൾക്ക് സാധിച്ചേക്കാം. എങ്ങനെയാണ് ഇതെല്ലാം സൂക്ഷിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ കാലത്ത് സ്കൂളുകളിലൊക്കെ പോകുമ്പോ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമത് എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ഈ ന്യായീകരണങ്ങളൊന്നും വിലപ്പോകാത്ത ഒരു ലോകമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് കണ്ണടച്ചാൽ പോകാനുള്ള ഒരിടമുണ്ട്. അതാണ് നമ്മുടെ ബർസഖിയായ ലോകമെന്ന് പറയുന്നത്. അവിടെ ഇത്തരം ഒരു ന്യായീകരണങ്ങളും അവിടെ വിലപ്പോവില്ല. അതുകൊണ്ട് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഹയാ വേണം പെങ്ങളെ. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബ നബി തങ്ങൾ പറയുന്നുണ്ട്. നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോളൂ. അങ്ങനെ ലജ്ജയില്ലാത്ത പെൺകുട്ടികളെയാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടത്. കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്ത് നട്ടുച്ച നേരത്ത് നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മുസ്ലിമാത്തുകളായ ഒരുപാട് പെൺകുട്ടികൾ തലയിൽ തട്ടമിട്ട് നൃത്തം ചവിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ചു പോയത് ഹബീബിന്റെ മനോഹരമായ ഒരു വചനമാണ്. 1400 മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, ലാ തഖൂമുസ്സാഅ. വ്യഭിചാരം, അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയാണ്, അന്ത്യനാൾ ഉണ്ടാകില്ല സ്വഹാബ. ആളുകൾ പരസ്യമായി പട്ടാപ്പകൽ വ്യഭിചരിക്കുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. എന്താണ് ആ വചനത്തിന്റെ വ്യാപ്തി? നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ വചനത്തിന്റെ വ്യാപ്തി നമ്മളൊന്ന് മനസ്സിലാക്കണം. പരസ്യമായി പട്ടാപ്പകൽ വ്യഭിചരിക്കുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് തന്നെയല്ലേ നൂറുകണക്കിന് ആളുകളുടെ വികാര വിചാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ നൃത്തം ചവിട്ടുക എന്നത്. സുബ്ഹാനല്ലാഹ്, അത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. പാട്ട് പാടുന്ന പെണ്ണുങ്ങളും വാദ്യോപകരണങ്ങളും യഥേഷ്ടം പെരുകി വരലാണ്. അത് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളിൽ ഹബീബ നബി തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. എത്ര പെൺകുട്ടികളാണെന്ന് ഈ ഉമ്മത്തിൽ നിന്ന് പാട്ടുപാടുന്ന പെൺകുട്ടികൾ എത്രയാണ്! സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയൊരു പ്രവണത എടുത്ത് കാണാൻ കഴിയുന്നത് യൂട്യൂബിലൂടെ ലൈവായി വന്ന് ഓരോരോ നിർദ്ദേശങ്ങൾ, ഓരോരോ കമന്റ്സുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് പെൺകുട്ടികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പെൺകുട്ടികൾ ഇങ്ങനെ ലൈവിൽ വന്ന് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകൾ ക്രയം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞ് ആളുകളോട് അഭിസംബോധനം ചെയ്യുന്ന ഒരു രീതി എത്രമേൽ പ്രയാസകരമാണ്. എന്താണ് ഇവിടെ ബാക്കിയുള്ളത്? പ്രിയപ്പെട്ടവരെ, പള്ളി മെഹ്റാബുകൾ പോലും വനിതകൾ കൈയടക്കാൻ മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോ, പള്ളി മെഹ്റാബുകളിൽ പോലും പെണ്ണുങ്ങൾ ഇമാമത്ത് നിൽക്കാനും ജുമുഅക്ക് നേതൃത്വം നൽകാനും മുന്നോട്ട് വരുന്ന കാലം
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാതിരിക്കില്ല സഹോദരാ. യുതാ ബിൽ അബ്ദി യൗമൽ ഖിയാമ. ഹബീബായ നബി തങ്ങൾ പറയാണ്, അന്ത്യനാളിൽ ഓരോ അടിമകളെ കൊണ്ടുവരപ്പെടും റബ്ബിന്റെ മുന്നിലേക്ക്. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, അലം അജ്അൽ ലക സമഅൻ വ ബസറാ അലം അജ്അൽ ലക മാലൻ വ വലദാ. എടാ, നിനക്ക് ഞാൻ കേൾവി ശക്തിയും കാഴ്ചശക്തിയും തന്നിട്ടില്ലടാ. നിനക്ക് ഞാൻ ഇഷ്ടം പോലെ സന്താനങ്ങളും സമ്പാദ്യങ്ങളും നാം നൽകിയില്ലേ? അന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നക മുലാഖിയ യൗമക ഹാദാ. ഇങ്ങനെയൊരു വിചാരണ ദിവസം നിന്റെ മുമ്പിൽ വരാനുണ്ടെന്ന്, ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് നീ ആലോചിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിനോട് ദുനിയാവിൽ അല്ലാഹനെ മറന്ന മനുഷ്യൻ പറയുമത്രേ, ലാ ഇല്ല അല്ലാഹ്, ഇങ്ങനെ ഒരു വിചാരണ ദിവസത്തെ കുറിച്ച് ഞാനങ്ങ് മറന്നുപോയി അല്ലാഹ്. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം എന്റെ മുമ്പിലുണ്ടെന്ന് ആലിമീങ്ങൾ പറയുമ്പോ അത് കേൾക്കാൻ പോലും ഞാൻ തയ്യാറായിട്ടില്ല അല്ലാഹ് എന്ന് റബ്ബിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നതാണ്. അൽ യൗമ അൻസാക് കമാ നസീതനീ. എടോ, ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണ് എന്ന് പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വഅദ് കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യമായി എന്നോടും രണ്ടാമതായി ബഹുമാന്യ സദസ്സിനോടും ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തരുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ ആസ്വദിക്കുന്നതിന് കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അഥറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിനെ ഇഷ്ടമാണ് അവന്റെ അടിമക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ആ അടിമയിൽ പ്രകടമായി കാണുന്നത് അല്ലാഹുവിന് താല്പര്യമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ, ഒരു മനുഷ്യൻ നല്ലപോലെ ഒരു നല്ല വീട് വെക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലെ ഒരു നല്ല വാഹനം ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല, നല്ല വസ്ത്രം ധരിക്കുന്നതിന് കുഴപ്പമില്ല. അതെല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകളാണ്. അത് ആസ്വദിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയോ? അത് ആസ്വദിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകണം എന്നത് മാത്രമാണ്. ആ നിഅമത്തുകൾക്കൊക്കെ അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകണം, അല്ലാഹുവിനോട് കടപ്പെട്ടവനാകണം, അത്രയേ ഉള്ളൂ. എല്ലാ നിഅമത്തുകളും അല്ലാഹു നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. ആ നിഅമത്തുകൾക്ക് മനുഷ്യൻ നല്ലപോലെ ശുക്ർ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമരിഹി ഫീമാ അഫ്നാ وعن علمه فيما فعل فيه وعن ماله من أين اكتسبا وفيما أنفقا وعن جسمه فيما بلى. ഹബീബിന്റെ മനോഹരമായ വചനമാണ് ഇത്. ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി തങ്ങൾ പറയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉമരിഹി ഫീമാ ഫനാ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ, 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാതെ ഒരു മനുഷ്യനും അവന്റെ കാൽപാദം 1 ഇഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല.
എന്റെ വാക്കല്ല, ഇത് ഹബീബിന്റെ വചനമാണ്. ഒന്നാമതായി പുണ്യനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് നീ നിന്റെ ആയുസ്സിനെ ചെലവഴിച്ചത്? നിന്റെ ആയുസ്സിനെ ഏത് രൂപത്തിലാണ് നീ ചെലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിക്കും. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുക്കാതെ ഒരു മനുഷ്യൻ അവന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. മുഹമ്മദ് മുസ്തഫ എന്തിനാണ് ആയുസ്സിനെ ചെലവഴിച്ചത് എന്നാണ് അല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യം. എന്നാണ് മുഅ്മിനീങ്ങളെ 60, 70, 80 വയസ്സ് ജീവിച്ച ആളുകൾ ശ്രദ്ധിക്കണേ. ജനങ്ങളിൽ ഏറ്റവും നല്ലവർ ആരെന്നറിയോ? മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ആയുസ് നീളുകയും അമല് നന്നാവുകയും ചെയ്ത മനുഷ്യൻ, ആയുസ് നീളുകയും അവന്റെ അമലുകൾ നന്നാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം നല്ല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആയുസ് വർദ്ധിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കാരണം ആയുസ് കൂടുന്തോറും അമലുകൾ കൂടുകയാണ് ചെയ്യുക. മോശപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷർറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരാരെന്നറിയോ? മൻ ത്വാല ഉമറുഹു, അവന്റെ ആയുസ് ദീർഘിക്കുകയും ചെയ്തു. അതുപോലെ വഖബുസ അമലു, അവന്റെ അമലുകൾ മോശമാവുകയും ചെയ്തു. അവന്റെ പ്രവൃത്തികൾ വളരെ മോശമാണ്. ആളുകൾക്കൊക്കെ ഉപദ്രവമേ ചെയ്തിട്ടുള്ളൂ. അവന്റെ ആയുസ് നീളുകയും ചെയ്തു. അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് താജ്ദാറെ മദീന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുസ്സിനെ കുറിച്ച് അല്ലാഹുവിന്റെ അരികിൽ വ്യക്തമായ ചോദ്യമുണ്ടാകുന്നതാണ്. أيا من يؤمل طول الحياة وطول الحياة عليه خطر إذا ما كبرت وبان الشباب فلا خير في العيش بعد الكبار. മഹാനായ കാവ്യലോകത്തെ കുലപതിയായ അബുൽ അത്താഹിയയുടെ വരികളാണിത്. അയാ മൻ യുഅമ്മിലു തൂലൽ ഹയാതി വതൂലുൽ ഹയാതി അലൈഹി ഖതർ ഇദാ മാ കബറത വബാന ശബാബ് ഫലാ ഖൈറ ഫിൽ ഐശി ബഅദൽ കിബാർ. ദീർഘായുസ്സിനെ ആഗ്രഹിക്കുന്നവനെ, ഒരുപാട് കാലം ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരാ, ആ ആഗ്രഹത്തിൽ കാര്യമൊന്നുമില്ല. കാരണം എന്തെന്നറിയോ? കവി പഠിപ്പിക്കുകയാണ്, അയാ മൻ യുഅമ്മിലു തൂലൽ ഹയാതി വതൂലുൽ ഹയാതി അലൈഹി ഖതർ ഇദാ മാ കബറത വബാന ശബാബ്. നീ വലുതാവുകയും നിന്റെ യൗവനം നിന്നോട് വേർപിരിയുകയും ചെയ്താൽ പിന്നെ ആ ജീവിതത്തിൽ വലിയ നന്മയൊന്നുമില്ലെന്ന് കവി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, സഹോദരി, ഒന്നാമത്തെ ചോദ്യം ആയുസ്സിനെ കുറിച്ചാണ്. അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് വ്യക്തമായ മറുപടി പറയണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഇല്ല എന്റെ കൂടെ ഇല്ലേ? നിർത്താനായോ? ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ 10:45 നമ്മൾ നിർത്തും, ദുആ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വഅൻ ഇൽമിഹി ഫീമ ഫഅല ഫീ. അവന്റെ അറിവിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്. എന്താണ് നീ നിന്റെ അറിവ് കൊണ്ട് ചെയ്തത് എന്ന്. ധാരാളം അറിവുകൾ നിനക്കുണ്ടായിരുന്നു. ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കരസ്ഥമാക്കിയ സഹോദര, നീ എന്താണ് നിന്റെ അറിവ് കൊണ്ട് സ്വായത്തമാക്കിയത്? ചോദ്യമുണ്ടാകുന്നതാണ്. പിന്നെയോ അല്ലാഹു നിനക്ക് തന്ന സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ടാകുന്നതാണ്. ഏത് രൂപത്തിലാണത് സമ്പാദിച്ചത്? എങ്ങനെയാണത് വിനിയോഗിച്ചത്? സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമുണ്ടാകും, സമാഹരണത്തെ കുറിച്ചും വിനിയോഗത്തെ കുറിച്ചും. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണ്. വഅൻ ജിസ്മിഹി ഫീമാ ബലാ. അതുപോലെ അല്ലാഹു അവന് നൽകിയ ആരോഗ്യത്തെ കുറിച്ച് ചോദിക്കും. എന്തിനാണ് നീ നിന്റെ ആരോഗ്യത്തെ ചെലവഴിച്ചത് എന്ന്.
എന്തിനാണ് നീ നിന്റെ ആരോഗ്യത്തെ ചെലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ ഒരു മനുഷ്യന്റെ കാൽപാദം ഒരു ഇഞ്ച് പോലും മുൻപോട്ട് വെക്കാൻ അല്ലാഹു അനുവദിക്കില്ല. അല്ലാഹു അനുവദിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജൂദു മൻ ജാദൽ വജൂദ വജൂദുഹു ജാദൽ ജവാബ് ജംഉ വഫർഖൻ ബഅദ ജംഇൽ റിജാലി ജാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു حب حبي حبة في لب قلبي أنبتت حبوبها ما كل حبيب منه للموحال حال لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله. അല്ലാഹു ആരോഗ്യം നൽകിയിട്ടുള്ള പൊന്ന ചെറുപ്പക്കാരാ, ആരോഗ്യം അല്ലാഹു ചെയ്തു തന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്തിനെ നന്മയിൽ ചെലവഴിക്കാനുള്ള സന്മനസ് കാണിക്കണേ പൊന്നു ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ. നന്മയിൽ ചെലവഴിക്കാൻ കഴിയണം. ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, SKSSF-ന്റെ ശാഖയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. പൊന്നുമക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് വലിയ തൗഫീഖാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖ്, പ്രിയപ്പെട്ടവരെ, അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എത്ര ആളുകളുണ്ട്, എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാടുകളിൽ ഇതുപോലെയുള്ള നന്മകളിലൊന്നും പങ്കാളികളാകാൻ കഴിയാതെ, പങ്കാളികളാകാനുള്ള ഒരു സന്മനസ് ലഭിക്കാതെ എത്ര കുട്ടികളെ, ചെറുപ്പക്കാരെ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീനാണല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ എത്ര വലിയ നന്മയാണ് പ്രിയപ്പെട്ടവരെ, എത്ര ഖൈറാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയോ. ഈ അടുത്ത് എന്റെ നാടിന്റെ പരിസരത്ത് സത്താർ എന്ന് പേരുള്ള ഒരു പൊന്നു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ഞാൻ ആലോചിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നു ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോ വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ എത്ര ആലിമീങ്ങളാണ് ആ പൊന്നു ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്തത്. അവനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആയിരക്കണക്കായ ആളുകൾ ആ ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്തു. ആയിരക്കണക്കായ ആലിമീങ്ങൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ വന്നു. എന്തേ കാരണം? ആ കുട്ടി SKSSF-ന് വേണ്ടി പ്രവർത്തിച്ചു കുട്ടി എന്ന ഒറ്റ കാരണത്താൽ, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ. അതുകൊണ്ട് പൊന്നു ചെറുപ്പക്കാരാ, ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ പതാകയുമായി ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ പ്രവർത്തിച്ചോളൂ. അത് വലിയ ഇബാദത്താണ്, അത് വലിയ ഇബാദത്താണ്. അല്ലാഹുവിന്റെ ദീനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. മഹാനായ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞതുപോലെ സമസ്ത എന്ന് പറയുന്നത് അതൊരു സംഘടനയല്ല, പിന്നെയോ അതൊരു സുന്നത്ത് ജമാഅത്തിന്റെ തനി രൂപമാണത്. സമസ്ത എന്ന് പറയുന്നത് ഇസ്ലാമാണ്. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെയാണോ പരിശുദ്ധ ഹബീബിൽ ദീനിനെ പഠിച്ചെടുത്തത്, ആ മഹാരഥന്മാരായ ആളുകൾ അങ്ങനെ തന്നെ വക്രതയില്ലാതെ, വളച്ചുകെട്ടില്ലാതെ ഈ ഉമ്മത്തിനെ സമർപ്പിച്ചു തന്നതാണ് സുന്നത്ത് ജമാഅ. ആ സുന്നത്ത് ജമാഅത്താണ് വള്ളിക്ക് ഉള്ളിക്ക് വ്യത്യാസമില്ലാതെ അഭിവന്യരായ സമസ്തയുടെ മഹാരഥന്മാർ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ പോയിട്ടില്ല, ഹദീസുകൾക്ക് സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ നിന്നിട്ടില്ല. അങ്ങനെ ഖുർആനിനും ഹദീസിനൊക്കെ സ്വന്തമായി വ്യാഖ്യാനം നൽകാൻ മുന്നോട്ട് വന്ന ആളുകളാണ്
ഇന്ന് ആദർശ പാപ്പരത്വം കൊണ്ട് പൊറുതിമുട്ടുന്നത്. ജിന്നുണ്ട്, ജിന്നില്ല, ഒരു കാലത്തും ജിന്ന് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല എന്ന് ഒരു കാലത്ത് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ ഇന്ന് പറയുന്നത് വീട്ടിലും നാട്ടിലും എല്ലാം ജിന്നുകളാണ്, കണ്ണിൽ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ജിന്നുകൾ തന്നെയാണ് എന്ന് പറയുന്നിടത്തേക്ക് മാറ്റി പറയാൻ പ്രിയപ്പെട്ടവരെ അവർ പ്രേരിപ്പിച്ചത് ദീനിലുള്ള നിലപാടുകളിൽ വന്ന പോരായ്മ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണേ, ചെറുപ്പക്കാരോട് ഞാൻ ആണയിട്ട് ആവർത്തിച്ച് പറയുകയാണ്, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നോളൂ. ഇത് സത്യപാതയാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ആരോഗ്യം സമസ്തക്ക് വേണ്ടി, SKSSFന് വേണ്ടി ചെലവഴിച്ചോളൂ. വിനയത്തോടെ ഞാൻ വളർന്നു വരുന്ന കുട്ടികളോട് പറയുകയാണ്, അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുപോലെ പ്രായമേറെ ചെന്ന ആളുകളോട് മധ്യവയസ്കരോടും ഞാൻ പറയാണ്, സമസ്തയുടെ തണലിൽ തന്നെ നിങ്ങളും നിൽക്കണേ സഹോദരങ്ങളെ. എപ്പോഴാണോ ഏതെല്ലാം കാലം വരെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടോ അപ്പോഴെല്ലാം മഹാന്മാരായ ഉലമാഇന്റെ പ്രാർത്ഥന നമ്മൾക്കുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക മഹാസമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളൊക്കെ പങ്കാളികളായിട്ടുള്ളവരാകാം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹാസമ്മേളനങ്ങളിൽ അഭിവന്യരായ സമസ്തയുടെ നേതാക്കന്മാരുടെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. യാ അല്ലാഹ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ് എന്ന് മഹാന്മാരായ ജീവിത വിശുദ്ധിയുടെ പ്രതീകങ്ങളായ പണ്ഡിതന്മാര് ദുആ ചെയ്യുമ്പോ ലക്ഷക്കണക്കായ ആളുകൾ ആമീൻ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരാൻ നമ്മൾക്ക് സാധിക്കുന്നുവല്ലോ, അത് തന്നെ അല്ലാഹു ചെയ്യുന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്തിന് നമ്മൾ നന്ദിയുള്ളവരാകണേ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു, അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നിന്ദ്യരാകാതിരിക്കാൻ നന്ദിയുള്ളവരാകണേ. നന്ദിയുടെ ഒന്നാമത്തെ ഭാഗം പ്രിയപ്പെട്ടവരെ അത് നാവ് കൊണ്ടുള്ള നന്ദിയാണ്. രണ്ടാമത്തെ പാർട്ട് അത് അവയവങ്ങളെ കൊണ്ടുള്ള നന്ദിയാണ്. അതാണ് ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറഞ്ഞത്. ഇനിയുള്ള നന്ദി പ്രിയപ്പെട്ടവരെ അത് ഖൽബ് കൊണ്ടുള്ള നന്ദിയാണ്, അത് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. എന്താണ് ഈ ഹൃദയം കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം, ഈ അനുഗ്രഹങ്ങളെല്ലാം അത് അല്ലാഹു തന്നതാണ് എന്ന ഒരു ബോധം നമ്മൾക്കുണ്ടാകണേ. അതാണ് ഖൽബ് കൊണ്ടുള്ള നന്ദി എന്ന് പറയുന്നത്. ഇത് എന്റെ കഴിവ് കൊണ്ട് സ്വായത്തമാക്കിയതല്ല, ഇത് പടച്ചവൻ തന്നതാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുക. അതാണ് ഖൽബ് കൊണ്ടുള്ള നന്ദി. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ റബ്ബേ, പിന്നെ എങ്ങനെയാണ് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ മനുഷ്യരായ ഞങ്ങൾക്ക് സാധിക്കുക? നിന്റെ അനുഗ്രഹങ്ങൾ ക്ലിപ്തമല്ലല്ലോ, ഇത്രയാണ് എന്നൊരു കൃത്യമായി പറയാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് ആ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി ചെയ്യുക? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദാവൂദ് നബിയോട് പറയുന്നത്, ഫഅതാഹുൽ വഹ്യു, ദിവ്യബോധനം വന്നു. അയ്യാ ദാവൂദ് നബിയേ, അലൈസ തഅലമു, നിങ്ങൾക്കറിയില്ലേ, അന്നല്ലദീ ബിക മിനൻ നിഅമി മിന്നീ, നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് ഞാനാണ് എന്ന ഒരു ബോധം, ഒരറിവ് നിങ്ങൾക്കില്ലേ ദാവൂദ് നബിയെ? ഖാല ബലാ, ദാവൂദ് നബി പറഞ്ഞു, അതെ അല്ലാഹ്, ആ ഒരറിവ് എനിക്കുണ്ട്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് നീയാണ് റബ്ബേ. ഖാല, അപ്പോഴാണ് അല്ലാഹു ദാവൂദ് നബിയോട് പറഞ്ഞത്, ഫഇന്നി അർളാ ബിദാലിക മിൻക, അതും മതി എനിക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടായാൽ മതി, അടിമകൾക്കുണ്ടായാൽ മതി, ആ ഒരു ബോധമുണ്ടായാൽ മതി, അത് തന്നെ എനിക്ക് ധാരാളമാണ്. അല്ലാഹുവാണ് ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ദാതാവ് എന്ന് നമ്മളൊന്ന് അംഗീകരിക്കണം. അത് തന്നെയാണ് അല്ലാഹുവിനുള്ള ഖൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് മഹാനായ ദാവൂദ് നബിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഹദീസും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ. 1-2 ഹദീസും കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറയുന്നുണ്ട്, ഹബീബാ നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, മാ അൻഅമല്ലാഹു ജല്ല വഅസ്സ അലാ അബ്ദിൻ നിഅമതാ. ഒരു അടിമക്ക് അല്ലാഹു ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തു. ഫഅലിമ അന്നഹാ മിൻ ഇൻദില്ലാഹ്. ആ അടിമ മനസ്സിലാക്കി അന്നഹാ മിൻ ഇൻദില്ലാഹ്, ഈ അനുഗ്രഹം അല്ലാഹു ചെയ്തു തന്നതാണ്, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നൊരു അടിമ മനസ്സിലാക്കിയാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബിശുക്രിഹാ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു നന്മ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശുക്ർ അല്ലാഹു പരിഗണിക്കുന്നതാണ്. ആ നന്ദിക്കുള്ള ശുക്രായി അല്ലാഹു അത് പരിഗണിക്കുന്നതാണ്. ഖൽബ് കൊണ്ടൊരു ബോധം വേണം, ഇത് അല്ലാഹു തന്നതാണ് ഈ നിഅമത്തുകളൊക്കെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. وما علم الله من عبد ندامة على ذنب إلا غفر الله له ذلك قبل أن يستغفرا. وما علم الله من عبد ندامة على ذنب. ഒരു അടിമ ഒരു ദോഷം ചെയ്ത് ആ ചെയ്തു പോയ ദോഷത്തിന്റെ മേൽ ഒരു അടിമയുടെ ഖൽബിൽ വിഷമമുണ്ടായാൽ, പടച്ചവനെ ഞാനിത് ചെയ്തല്ലോ റബ്ബേ, ഞാനിത് ചെയ്യരുതായിരുന്നല്ലോ അല്ലാ, എന്റെ ഭാഗത്തിന് ഇത് സംഭവിച്ചല്ലോ എന്നൊരു മനസ്സിലൊരു വിഷമമുണ്ടായാൽ ആ വിഷമം അല്ലാഹു അറിയുന്നതാണ്. അതറിയലോടുകൂടെ ഇല്ലാ ഗഫറല്ലാഹു ലഹു ദാലിക ഖബ്ല അൻ യസ്തഗ്ഫിറാ, അവന്റെ നാവ് കൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കണേ അല്ലാ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ തന്നെ അല്ലാഹു അവനത് പുറത്തു കൊടുക്കുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ വചനങ്ങളൊക്കെ? എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങളുടെ അർത്ഥവ്യാപ്തി എത്രയാണ്? എന്താണ് പഠിപ്പിക്കണമൊക്കെ? ഖൽബ് കൊണ്ടൊരു ഒരു വിഷമുണ്ടായാൽ, ഒരു തെറ്റ് ചെയ്താൽ നിന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നുണ്ടോ? പഠിച്ചവനെ ഞാനിത് ചെയ്തല്ലോ റബ്ബേ, ആ ഒരു വിഷമം ഖൽബിൽ, വെറുതെ ഇങ്ങനെ കൃത്രിമമായ വിഷമം ഉണ്ടാക്കലല്ല, ഖൽബിനുള്ളിൽ ആത്മാർത്ഥമായ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടോ, അത് തന്നെയാണ് ആ ദോഷം പൊറുക്കപ്പെടാനുള്ള കാരണമെന്നാണ് ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നല്ല ബോധം നൽകട്ടെ. അതേപോലെ വല്ല നിഅമത്തും അല്ലാഹു ചെയ്തു തന്നാൽ ആ നിഅമത്ത് ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നൊരു ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ്, ആ ഒരു ചിന്ത തന്നെ മതി അല്ലാഹു ചെയ്ത ആ അനുഗ്രഹങ്ങൾക്ക് പകരമായുള്ള നന്ദിയാണത് എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഹബീബ നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബ നബി തങ്ങൾ പറയാണ്, ഒരു ദിവസത്തെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്കുള്ള മൊത്തം നന്ദി, ഒരു ദിവസത്തെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു വചനം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. മൻ ഖാല ഹീന യുസ്ബിഹു, ഒരു അടിമ പ്രഭാത നേരത്ത് പറഞ്ഞാൽ, ഒരു അടിമ പ്രഭാത നേരത്ത് സുബ്ഹിയുടെ നേരത്ത് ഒരു അടിമ പറഞ്ഞാൽ, അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക ലകൽ ഹംദു യാ അല്ലാഹ് വലക ശുക്രു യാ അല്ലാഹ്. ഈ ദിക്ർ ഒരാൾ പ്രഭാത നേരത്ത് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, പടച്ചവനെ, മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലാഹുവേ എനിക്കോ അതേപോലെ തന്നെ എന്റെ ഈ ലോകത്ത് ആരെല്ലാം ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്കെല്ലാം നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ലാഹ്, ഫമിൻക വഹദക, അത് നിന്റെ ഭാഗത്ത് നിന്ന് മാത്രമുള്ള അനുഗ്രഹമാണ് അല്ലാഹ്, അത് മറ്റാരുടെയും കാരണം കൊണ്ടല്ല റബ്ബേ, അത് നീ മാത്രം നൽകിയതാണ് റബ്ബേ. ലാ ശരീക ലക, നിനക്കൊരു പങ്കാളിയുമില്ല. ലകൽ ഹംദു, നിനക്കാണ് സർവസ്തുതി. വലക ശുക്രു, നിനക്കാണ് സർവനന്ദി. ഈ അർത്ഥം വരുന്ന ഈ ദിക്ർ ആരെങ്കിലും പ്രഭാത നേരത്ത് ചൊല്ലിയാൽ അദ്ദ ശുക്ര ദാലികൽ യൗമി, ആ ദിവസത്തെ മുഴുവനും നന്ദി വീട്ടിയവനെ പോലെയാണ് അയാൾ, ആ ദിവസത്തെ മുഴുവനും ശുക്ർ ചെയ്തവനെ പോലെയാണ് അയാൾ എന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരാകണം നമ്മൾ, നിന്നരാകാതിരിക്കാൻ.
അള്ളാഹ്ക്ക് നന്ദി ചെയ്യുക. ഖൽബ് കൊണ്ടുള്ള നന്ദി, അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി, അതേപോലെ നമ്മുടെ നാവുകളെ കൊണ്ടുള്ള നന്ദി. ഈ 3 രൂപത്തിലും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ കഴിയുന്നവരാരോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഉഅ്തിയ ഖൈറൈ ദുനിയാ വൽ ആഖിറ. 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അയാൾ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണ്. 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അതിലൊന്നാണ് പ്രിയപ്പെട്ടവരെ, അതിലൊന്നാണ് ഖൽബുൻ ശാകിർ, നന്ദിയുള്ള ഹൃദയം. മറ്റൊന്ന് ലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവ്. മറ്റൊന്ന് ഖൽബുൻ ശാകിർ, അല്ലാഹുവിനെ നന്ദി ചെയ്യുന്ന ഹൃദയം, അല്ലാഹുവിനോട് നന്ദിയുള്ള നന്ദിബോധമുള്ള ഹൃദയം. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ വഅലൽ ബലാഇ സ്വാബിറാ, അല്ലാഹു തരുന്ന പ്രയാസങ്ങളുടെ മേൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ശരീരം. അതേപോലെ തന്നെ മറ്റൊന്ന് അവനെ വഞ്ചിക്കാത്ത ഒരു ഭാര്യ. ഈ 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ ഒന്നുകൂടി ഹബീബാ നബി തങ്ങൾ പറയാണ്, അവന് ദിക്ർ, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലുന്ന നാവ്, അതുപോലെ വഅലൽ ബലാഇ സ്വാബിറാ, പ്രയാസങ്ങളുടെ മേൽ ക്ഷമിക്കാനുള്ളൊരു ഒരു ശരീരം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നന്ദി ചെയ്യുന്ന നന്ദിബോധമുള്ള ഒരു ഖൽബ്. പിന്നെയോ സ്വാലിഹത്തായ ഒരു ഭാര്യ, ഒരു ഇണ. ഇങ്ങനെ 4 കാര്യം ദുനിയാവിൽ ഒരാൾക്കുണ്ടായാൽ അവന് ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂട്ടിയവനെ പോലെയാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്ന സൗഭാഗ്യശാലികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ശാകിരീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.